ഇത്രയും ദിവസത്തെ എമ്പുരാൻ പ്രൊമോഷൻസിൽ നിങ്ങൾ ഒരു കാര്യം നോക്കിയിട്ടുണ്ടാവും, ലാലേട്ടൻ അങ്ങനെ അങ്ങോട്ട് സ്കോർ ചെയ്തിട്ടില്ല. മൂപ്പർ എപ്പോഴും ഒരു ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അങ്ങനത്തെ ഒരു നൈസ് സാധനമാണ് പിടിച്ചു പോയിട്ടുള്ളത്. പൃഥ്വിരാജ് നല്ല ഹാപ്പി ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ലാലേട്ടൻ പണി വെച്ചിട്ട് എമ്മാതിരി അടി അടിച്ചത്, അതും എസ്പെഷ്യലി നമ്മളെ ഇർഫാനായിട്ടുള്ള ഇൻ്റർവ്യൂ. മാൻ, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ മലയാളത്തിൽ ഒരാൾക്കും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. എപ്പോഴും ലാലേട്ടനൊപ്പമുള്ള ഇൻ്റർവ്യൂസ് പലരും ചെയ്യുമ്പോൾ ലാലേട്ടൻ ഒരു കസാരേൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് മേക്ക് ബിലീഫ് അല്ലേ, അതല്ലേ, ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങനെ ഒരിക്കലും നമുക്ക് കേട്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി അങ്ങനെയോട് ചോദിക്കും. മാൻ, വർത്ത് വാച്ചിങ് ദിസ് ഇൻ്റർവ്യൂ. ഒരു രക്ഷയില്ല. മലയാളത്തിൽ ഒരാളും കൂട്ടിയാൽ കൂടുന്നു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ഇനി എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മാതിരി സാധനം. അത് ഇർഫാൻ്റെ നോർമലായിട്ടുള്ള കോണ്ടൻറ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇർഫാൻ അങ്ങനത്തെ ഒരു പാറ്റേൺ പിടിച്ചു പോകുന്ന ഒരാളാണ്. ഓക്കെ, പക്ഷെ ഇത് ലാലേട്ടൻ ഇന്നങ്ങോട്ടുണ്ടല്ലോ ഇറങ്ങി കളിച്ചിരിക്കുകയാണ്. തമിഴ് പ്രൊമോഷൻ ലാലേട്ടൻ തൂക്കി. അപ്പോൾ ഇർഫാൻ്റെ വീഡിയോ നിങ്ങളത് കംപ്ലീറ്റ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് അതിൻ്റെ ഒരു ഫുൾ ഫണ്ണ് കിട്ടും. 10-15 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൻ്റെ കുറച്ച് പോർഷൻ ഞാനിവിടെ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഫേവറേറ്റ് തമിഴ് ആക്ടർ ഓർ ആക്ട്രസ്? ആക്ട്രസ്. சொல்லக்கூடாது. இல்ல சார், ஏதாவது ஒரு ஆக்டர் இல்ல ஆக்ட்ரஸ் நீங்க நேம் சொல்லுங்க. அதான் ஆக்ட்ரஸ் எல்லாரும் எல்லா குட் ஆக்ட்ரஸ் எனக்கு கைஸ் கம் ஆன். மனசுல இருந்தே பேசார் மனுஷன். எல்லா நல்ல ஆக்டர்ஸும் எனக்கு பிடிக்கும். அதுக்கு வேரியேஷன் இல்ல. ஆக்டர் நான் ஆக்டர் தான். அதுல ஆக்ட்ரஸ் ஆக்டர் மேல் ஃபீமேல் கிடையாது. ஆமா கரெக்ட் சார். எனக்கா இது மாதிரி இன்டர்வியூஸ் நிஜமாவே பிடிக்குமா? பயங்கரமா. நான் வந்து லைட்டா பயந்துட்டு இருந்தேன். நான் வந்து வர்றதுக்கு முன்னாடி என்னன்னா காலையில இருந்து இன்டர்வியூ போயிட்டு நானே பார்த்தேன். கீழே இன்டர்வியூ எல்லாம் போயிட்டு இருந்துச்சு. எவ்வளவு சூடா இருப்பாங்க இவ்வளவு இன்டர்வியூ. ஏன்னா கண்டிப்பா எல்லா இதுலயுமே ஒரே கொஸ்டின் தான் இருக்கும். இந்த படம் எப்படி இருந்துச்சு, இந்த படம் எப்படி பண்ணாங்க அப்படின்னு தான் இருக்கும். கண்டிப்பா செம்ம சூடா வருவாங்க. நம்ம என்ன கேட்க போறோம்? சத்தியமா தான் இது ரேபிட். எனக்கு இப்ப வருது ஓகே இதான் ஒரு போனோட மெமரி முடிஞ்சு அது அவ்வளவு கொஸ்டின்ஸா. ஆக்சுவலி சார், திஷ்யம் மூவி நீங்க வந்து பண்ணிருந்தீங்கல்ல, அந்த மாதிரி ரியல் லைஃப் இன்சிடென்ட் உங்களுக்கு இருக்குதா? நான் நிறைய பேரை கொண்டு இந்த மாதிரி கேள்விதான் எழுதி கொடுக்குறீங்க நீங்க. எங்க டீம்ல பண்றாங்க சார் இதெல்லாம். நீங்க மூவிஸே நடிக்கல ஃபர்ஸ்ட்ல இருந்தே. இப்போ அப்படின்னா நீங்க 47 வருஷமா நடிச்சிட்டு இருக்கிறதுக்கு அப்படின்னா வந்து இருக்கவும் வாய்ப்பு இருக்குன்ற மாதிரி சொல்றாங்க. என்னன்னா இந்த படத்துல வந்து ஷாருக் கான் நடிச்சிருக்காங்க, அப்புறம் இந்த படத்துல வந்துட்டு மம்முக்கா நடிச்சிருக்காங்க, மம்முக்கா நடிச்சிருக்காங்க அப்படின்லாம் சொல்றாங்க. சோ அதெல்லாம் ட்ரெய்லர்ல எதுவும் நான் பார்க்கல. சோ அதை பத்தி ஏதாவது சொல்ல முடியுமா சார்? நிறைய பேர் ஷாருக் கான் பாவம் அவரு ஒரு சீன் நடிச்சிட்டு அதை கட் பண்ணி நீங்க வந்து எதுவும் டென்ஷன் எனக்கு வந்து ஒரு டென்ஷன் ரிலீவ் ஆயிடுச்சு. எனக்கு டென்ஷனே இல்ல, அதனால அது என்ன ரிலீவ் ஆயிடுச்சு. നാല് പേര് யாரு? ഈ ഇർഫാന്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കയറി, കാരണം അത്രയും ഫണ്ണാണ്. ലാലേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ ഓരോ ക്യാരക്ടറായിട്ട് വന്നിട്ട് ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് പോയില്ലേ, അതേപോലെ ഇങ്ങനെ തിരിച്ച് ഫണ്ണ് തിരിച്ച് അങ്ങോട്ട് അടിച്ച് ഓരോ ക്വസ്റ്റിനും അങ്ങനത്തെ റിപ്ലൈ കൊടുത്ത് വേറെ ലെവലായിട്ടോടെ. ഓക്കെ, ഇതിനകത്ത് മമ്മൂക്ക ഉണ്ടോയെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഷാറൂഖ് ഖാൻ ഉണ്ടോയെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് ഉണ്ട്, അഭിനയിച്ചു, പക്ഷേ പൃഥ്വിരാജ് ഒരു സീൻ കട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഒരു സീൻ കട്ട് ചെയ്തു തന്നെ അങ്ങനെ ഇനി ഇത് പറയാൻ പറ്റില്ലല്ലോ. ഇത് അഭിനയിച്ചു കട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സ്റ്റിൽ സം സോളിഡ് ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാറൂഖ് ഖാൻ ആണെങ്കിൽ അത്രയും സുഖം. ഇനിയിപ്പോൾ ഇവർ വല്ല റോളക്സിനെയും പിടിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയും സംഭവിക്കാം. സൂര്യനെ വരെ ചിലപ്പോൾ ഇവർ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ഈ ഇൻ്റർവ്യൂ നിങ്ങൾ എന്താണെങ്കിലും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ഒരു ഫൺ സാധനമാണ് അങ്ങനെ പോകുന്നത്. ഇനി കുറച്ച് കോൺട്രവേഴ്സി എലമെൻറ്റുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ടൈറ്റിലിട്ട പോലെ തന്നെ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക. ഓക്കെ, തമിഴ് ഇൻ്റർവ്യൂവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അതായത് നിങ്ങൾ ഈ പറഞ്ഞ മമ്മൂക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ശബരിമലയിൽ പോയ സമയത്ത് നിന്നും മമ്മൂക്ക അവിടെ പോയി മമ്മൂക്കയുടെ അസുഖത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് തരാനുണ്ടോ എന്നൊക്കെ ആ രീതിയിൽ ആ രീതിയിലല്ല അങ്ങനെ തന്നെയാണ് തമിഴ് മീഡിയാസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് ഉത്തരം ലാലേട്ടൻ കൊടുത്തത് നിങ്ങൾ കേൾക്കണം. சார் மோகன்லால் சார் சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் சார். அதுக்கு எதுக்கு சொல்லணும்? ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് വി ഡിഡ് എ പൂജ. അത് அந்த தேவசம் போர்டில் யாராவது somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் അല്ലേ? உங்களுக்காக ഒരാൾ ഒരു ப்ரே பண்ணுறது why should you tell? இல்லை, நிறைய பேர் பாருங்க, ஐ வில் ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங். உங்களுக்காக நான் ப்ரே பண்ணலாம் சார். உங்களே பார்த்தாலும் ஒரு ശബരിമല சாமி மாதிரி இருக்கு. தேங்க்யூ சார். சார் அதே கேள்வியோட கண்டினியூஸ். மம்முட்டி சார் நாங்கள் தமிழ்நாட்டிலேயும் நிறைய நாங்கள் கொண்டாடுறோம், இது பண்ணுறோம். மம்முட்டி சாரோட ஹெல்த் பற்றி நிறைய கான்ட்ரவர்சி நிறைய இதாகிட்டு இருக்கு. நீங்கள் ஒரு ஃப்ரெண்டாக இருக்கீங்க, உண்மையிலே அவர் எப்படி இருக்காரு? உங்கள்கிட்ட பேசினாரா? ஹி இஸ் ஃபைன். அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். നത്തിങ് ടു വറി. ഓക്കെ, താങ്ക് യു. ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കംപ്ലീറ്റ് പ്രൈവസിയാണ്. പിന്നെ ഒരാൾക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, വഴിപാട് കഴിപ്പിക്കുക, അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി ശബരിമല പോലത്തെ ഒരു ഫെസിലിറ്റിക്ക് അകത്ത് നിന്നിട്ട് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ വഴിപാടിൻ്റെ റെസിപ്റ്റൊക്കെ ചോരുക, അത് മീഡിയയ്ക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ദേവസ്വം ബോർഡ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. ഒരു ദൈവത്തിനോ, അത് ദൈവം അയാൾ തമ്മിലുള്ളൊരു പേഴ്സണൽ ഡീലല്ല ഈ വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവയ്ക്കുന്ന സാധനം. ഇതിപ്പോൾ ലാലേട്ടനൊരു വഴിപാട് കഴിപ്പിച്ചത് അത് ലീക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പിടിപ്പുകളല്ല, അതിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പിടിപ്പുകളില്ല. ശരി, ആ ഉദ്യോഗസ്ഥനെ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ആളോട് തട്ടിക്കളയാൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? ഇതിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി ആ മനുഷ്യൻ്റെ പ്രൈവസി ഇല്ലാതാക്കിയിട്ട് ഇതിപ്പോൾ ലാലേട്ടൻ തുറന്നു പറഞ്ഞത് നന്നായി. ഞാൻ പറയുമ്പോഴത്തെ സർക്കാർ അതിന് ഉത്തരവിടണം. മോഹൻലാൽ ആ കഴിച്ച വഴിപാടിൻ്റെ ആരാണോ ആ റെസീറ്റ് പുറത്ത് വിട്ട വ്യക്തി, അയാൾക്കെതിരെ കൃത്യമായ ആക്ഷൻസ് എടുക്കാൻ പറ്റണം. മനസ്സിലായോ? എന്താണെന്നുണ്ടെങ്കിലും അത് ലീക്കായതുകൊണ്ടാണുള്ളത് പുറം ലോകം അറിഞ്ഞതും ഇത്ര വലിയ ചർച്ചയാവുന്നതും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടെ പ്രൈവസിയിലേക്ക് ചാടിക്കയറിയുള്ള ചോദ്യങ്ങൾ വരുന്നതും. സോ ദാറ്റ്സ് റിയലി ബാഡ്. എന്താണെങ്കിൽ ഇങ്ങനെ ചോദ്യം വന്നു, അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലാലേട്ടൻ കൊടുത്തത് ഇപ്പോൾ നമ്മൾ കണ്ടു. അവർ സഹോദരങ്ങളാണ്. ഓക്കെ, മോഹൻലാൽ ഉണ്ടെങ്കിൽ മമ്മൂട്ടി ഉള്ളൂ, മമ്മൂട്ടി ഉണ്ടെങ്കിൽ മോഹൻലാൽ ഉള്ളൂ, അതങ്ങനെയാണ്. ദാറ്റ്സ് എ ഫാക്ട്. ഇതിനിടയിൽ മോനെ കുറേ വിഷക്കോലിട്ട് തിരുപ്പന്മാർ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അബ്ദുള്ളേൻ്റെ പോസ്റ്റ് നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിൽ കയറിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോടെ മാപ്പ് പറയുകയും വേണം. മമ്മൂട്ടിയുടെ ഈ സംഗതിക്ക് വെച്ചിട്ട് മൂപ്പരനൊരു തമ്മയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ ഈ പറഞ്ഞ വഴിപാട് കഴിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മാപ്പ് ചോദിക്കണം സമുദായത്തോട് എന്നൊക്കെ പറഞ്ഞ് ആരുടെ ഇയാൾ ലാലേട്ടനും മമ്മൂക്കി നിൽക്കുന്നതിന് ഇപ്പുറത്ത് സ്വന്തം ഫോട്ടോ വെച്ച് തമ്മിൽ അടിച്ചിറങ്ങിയ മഹാഭാവി. എന്ത് ഇത് കഷ്ടം. എന്താണെങ്കിലും ഇമാതിരി വിഷക്കോലുകൾക്ക് നല്ല രീതിയിലുള്ള മറുപടി കമൻറ്റ് ബോക്സിൽ നമ്മളെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനത്തെ വിഷം തുപ്പുന്ന സർപ്പങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്താൽ അവിടെ പോയിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ട് എല്ലാം ഇട്ടിട്ട് പോരണം. ഇത് മാത്രമല്ല, ഇതല്ലാതെ വേറൊരു ഐറ്റം ഉണ്ടടേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗ്ലിറ്റ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിനിടയിൽ ഈ മമ്മൂക്കാനായിട്ടുള്ള ബന്ധവും മമ്മൂക്ക അഭിനയിക്കുന്ന റീസെൻറ്റ് മൂവീസൊക്കെ ഭയങ്കര ഹിറ്റാണ്, അതിൻ്റെ കോണ്ടൻറ്റുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ കാണാറുണ്ടോ? അത് കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒപ്പം അഭിനയിക്കുന്ന സെയിം ഫീൽഡിലെ നടൻ എന്നുള്ള നിലയ്ക്കും വാട്ട് യു ഫീൽ? അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായത്. അതിന് ലാലേട്ടൻ കൊടുത്ത ഉത്തരം നിങ്ങൾ കേൾക്കണം. அமிகா ஸோ அவர் ஒரு சைடில் அவர் என்னெல்லாம் பண்ணிகிட்டு இருக்காருன்னு சார் பார்த்தோன்னா அவருடைய லேட் 60s அதாவது 70s அவருக்கு ஆரம்பிச்சிருச்சு.
திடீர்னு பார்த்தா ஒரு பீஷ்ம பருவம் பண்ணுறாரு, ஒரு பிரம்மயுகம் பண்ணுறாரு, ஒரு காதல் கோர் பண்ணுறாரு, அப்படி இல்லாட்டி நண்பகல் நேரத்து மயக்கம் பண்ணுறாரு. இந்த மாதிரி சர்ப்ரைஸ் பண்ணிட்டே இருக்காரு சார் அவர். நீங்கள் வந்து எப்பயுமே அவர் அட்மையர் பண்ணியிருக்கீங்க அவரை. Definitely, all are great films. அது உங்களுக்கு ஆக்சுவலாக ஒரு சில நேரங்களில் இந்த மாதிரி வந்து படங்கள் அவர் ஆப்போசிட்லேருந்து கொடுக்கறத பார்க்கும்போது உங்களுக்கு என்ன சார் ஃபீலிங் இருக்கும்? Nice, this is all good for him. Like he is ready to do that. We also do. Adu madri nangalum we also have done. See, this is again he is getting chances to do such films. Adu madri, and he can shoulder the films. So he is doing it. What is wrong? And that avarku nothing. He is he is happily he is doing films like that. ரீசெண்டாக நீங்கள் ரொம்ப ஒரு படம் பார்த்து அவர்கிட்ட அதிகமாக பேசின ஏதாவது ஒரு படம் அவரோடது? I have seen Kadal. It's a very daring film. But I have done some similar films. Exactly. Yeah, but I have done some plays. Adu madri, we have done so many, like years back we have done films like that. We have done films on lesbianism long back. I have acted Desha Nakali Karyarla. Maybe 35 years, 40 years back we have done that films. ഇതിൽ ലാലേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ലാലേട്ടൻ മമ്മൂക്ക അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ടും മമ്മൂക്കയുടെ ആ ഒരു സെലക്ഷനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ആ മമ്മൂക്ക സിനിമയ്ക്ക് ഷോൾഡർ ചെയ്ത് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഒരു ഉത്തരം കറക്റ്റാണ് കൊടുത്തത്. ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. കൂട്ടത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, അതൊരു മെസ്സേജാണ്. അതായത് ഇപ്പം അങ്ങനത്തെ റോളുകളോ അല്ലെങ്കിൽ കഥകളോ വരുന്നില്ല, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നില്ല എന്നായിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഇതിനകത്തൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ വെച്ചിട്ടിപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. പക്ഷേ ഇതും എടുത്ത് വെച്ച് കൊണ്ടുവന്നൊരു കുറേ വാട്സാപ്പ് ഫോർവേഡുകളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കാനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഉത്തരം കണ്ടില്ലേ, പഴയ ലാലേട്ടൻ്റെ സിനിമകളും കൂടി ഉണ്ടെന്ന് കൂട്ടത്തിൽ പറയുന്നത്, ഇതെന്ത് വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ സാധനങ്ങളും കുത്തിത്തിരിപ്പൊക്കെ വേറെയും വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അവർ തമ്മിലൊന്നൊരു വിഷയമില്ല. ലാലേട്ടനും മമ്മൂട്ടിയും തമ്മിലല്ല ഇവിടുത്തെ വിഷയം കുറച്ച് ഫാൻസ് ഓളികളും പിന്നെ കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ മതം മാത്രം നോക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ. മതമാണെല്ലാം, ഊണിലും ഉറക്കത്തിലും മതം എന്ന് വിചാരിക്കുന്ന കുറേ ഫേക്ക് മതോളികളുമാണ് ഇങ്ങനത്തെയൊക്കെ സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പടച്ചു വിടുന്നത്. ഓക്കെ, എന്താണെങ്കിലും വളരെ ഫണ്ണായിട്ടുള്ള കുറേ ഇൻ്റർവ്യൂ കാണാൻ പറ്റി. ലാലേട്ടൻ്റെ നല്ല കിടിലൻ റിപ്ലൈകളും ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ എമ്പുരാൻ്റെ എല്ലാ പ്രൊമോഷൻ സാധനങ്ങളും. ഓക്കെ, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ ഒരു ബ്രദർലി ബോണ്ട് ഒരു ഭയങ്കരമായിട്ട് പറയുന്നത് കേട്ടു. എല്ലാം കൊണ്ടും ഒരു കിടിലൻ അറ്റ്മോസ്ഫിയറാണ് ഇന്ന് എന്താണെങ്കിലും തമിഴ്നാട്ടിലെ എമ്പുരാൻ്റെ ടീം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ളനെ പോലുള്ള ആളുകളും അതും പറഞ്ഞ് കുറേ എണ്ണം പൊക്കി പിടിച്ച് വരും. പിന്നെ കുറേ ആൾക്കാർക്ക് ലാലേട്ടനും മമ്മൂട്ടിയും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂട്ടിയാലേ അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ അടി ഉണ്ടാക്കി കുറച്ച് മനസ്സുമാനം നേടാൻ പറ്റും. അങ്ങനെ കുറേ എണ്ണം ആ വഴിക്കും പോവും. ഓക്കെ, എന്ത് ചെയ്യാനാണ്.